നമസ്കാരം, എൻ്റെ പേര് അരുൺ പ്രദീപ്. ഇന്ത്യൻ ജോഗ്രഫി അല്ലെങ്കിൽ ഇന്ത്യൻ ഭൂമിശാസ്ത്രം എന്നൊരു സബ്ജക്റ്റ് നിങ്ങളെ പഠിപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നത്. നിങ്ങൾക്ക് PSC ക്ലാസ്സിൽ പോയി പഠിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്, കുറച്ച് നാൾ വരെ അതുണ്ടാവും. അതുകൊണ്ട് മാത്രം നമ്മളിപ്പോൾ ഓൺലൈനായിട്ട് ഈ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാൻ പോവാണ്. അപ്പൊ എല്ലാ ആൾക്കാർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് തടാകങ്ങളെ കുറിച്ചാണ്. ജോഗ്രഫി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ വരുന്ന തടാകങ്ങൾ. ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നു, ഇന്ത്യയിൽ വരുന്ന തടാകങ്ങൾ എന്ന ടോപ്പിക്ക് മാത്രമേ നമ്മളിപ്പോ പഠിക്കുന്നുള്ളൂ. ഓക്കെ അല്ലേ? ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് ഉറപ്പായിട്ട് മനസ്സിലാവും. ഇപ്പോൾ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് ഒരു PSC സ്ഥാപനങ്ങളിൽ പോയി പഠിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ്. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ഓൺലൈൻ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തടാകങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്ക്. അപ്പൊ അതിന് മുന്നേ എനിക്കൊരു ചെറിയൊരു കാര്യം വരക്കണം. നോക്കി, നമ്മളുടെ ഇന്ത്യയുടെ മാപ്പിന്റെ ഒരു പകുതി പോർഷനാണ് ഞാനിവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. ഈ ഒരു പോർഷനിൽ ഏകദേശം ഈ ഭാഗത്തൊരു സംസ്ഥാനം വരുന്നുണ്ട്. ഇതൊരു ഇന്ത്യ സംസ്ഥാനമാണ്. ഇത് ഇത്രയും വലുതല്ല ഈ സംസ്ഥാനം. ഇത് കുറച്ച് വലുതാക്കി വരച്ചു വെച്ചിരിക്കുകയാണ്. ഈ സംസ്ഥാനത്തിന്റെ പേരെന്താണ്? ഒഡീഷ എന്നാണ്. ഒഡീഷ എന്ന് പറയുന്ന സംസ്ഥാനമാണ് ഞാൻ ഈ വരച്ചു വെച്ചിരിക്കുന്നത്. ഈ ഒഡീഷ എന്ന് പറയുന്ന സംസ്ഥാനമില്ലേ, ആ സംസ്ഥാനത്തിൽ ഈ ഭാഗത്തൊരു തടാകവും വരുന്നുണ്ട്. അപ്പൊ ഈ തടാകവും ഇത്രയും വലുതല്ല, ഇതും വലുതാക്കി വരച്ചു വെച്ചിരിക്കുകയാണ്. ഇതൊരു തടാകമാണ്. ഞാൻ ഈ റെഡ് ലൈനായിട്ട് നീ വരച്ച ഈ ഭാഗത്ത് വരുന്നത് കംപ്ലീറ്റ് ഒരു തടാകമാണ്. ഈ തടാകത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഈ തടാകത്തിന്റെ പേരാണ് ചിൽക്ക തടാകം. അപ്പൊ ആ പേര് ഞാൻ ബോർഡിൽ എഴുതാം. തടാകത്തിന്റെ പേരാണ് ചിൽക്ക. നമ്മൾ പഠിക്കാൻ പോകുന്നു തടാകങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്. അതിൽ വരുന്ന ഏത് ലൈക്കിനെ കുറിച്ചാണ് ഇപ്പൊ പഠിക്കാൻ പോകുന്നത്? ചിൽക്ക. അപ്പൊ ക്ലാസ് 1 ചിൽക്ക ലേക്ക് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ ഒരു കാര്യം ഇവിടെ വരച്ചു. അവിടെ നിന്ന് നിങ്ങൾക്ക് ചോദ്യം കിട്ടിക്കാണും, ഈ ചിൽക്ക ലേക്ക് ഏത് സംസ്ഥാനത്താണ്? ഒഡീഷ. വളരെ സിമ്പിൾ അല്ലേ? അപ്പൊ ഞാൻ ഏകദേശം ഈ ഭാഗത്ത് ഒരു 2 ഗ്യാപ്പ് ഇങ്ങനെ വരച്ചു. ഗ്യാപ്പ് ഇതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര് മൗത്ത് എന്ന് പറയുന്ന പേരിലാണ്. ഇത് വളരെ സിമ്പിളായി നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അതിന് മുന്നേ ഒരു കാര്യം മനസ്സിലാക്കണം. ഇത് ഇന്ത്യയുടെ കിഴക്ക് ഭാഗമല്ലേ? ഇവിടെ വരുന്ന കടൽ ഏതാണ്? ബേ ഓഫ് ബംഗാളാണ്. അപ്പൊ ഇവിടത്തെയും ഓർത്ത് വെച്ചു. പടിഞ്ഞാറ് ഭാഗം അറേബ്യൻ സീയുമാണ്. ഈ ഭാഗത്ത് വരുന്നത് അറബിക്കടലാണ്. ഈ ഭാഗത്ത് വരുന്നത് ബംഗാൾ ഉൾക്കടലാണ്. അപ്പൊ ഈ ചിൽക്ക എന്ന് പറയുന്ന തടാകം ഏത് കടലിന്റെ അരികിലുള്ള തടാകമാണ്? ബംഗാൾ ഉൾക്കടലിന്റെ അരികിലുള്ള തടാകമാണ്. ഈ ഭാഗത്ത് 2 ഗ്യാപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഈ ഗ്യാപ്പ് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ വീഡിയോ പോസ് ചെയ്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. അപ്പൊ ഈ ഭാഗത്തൊരു ഗ്യാപ്പ് ഉണ്ട് ഇല്ലേ? ഈ 2 ഭാഗത്ത് 2 ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പ് ഇവിടെ വരച്ചു വെച്ചപ്പോ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഈ ഭാഗത്ത് വരുന്ന കടല് മീൻസ് ബംഗാൾ ഉൾക്കടല് ഈ ഗ്യാപ്പിലൂടെ ഈ തടാകത്തിലോട്ട് പ്രവേശിക്കും. ഈ തടാകത്തിൽ കിടക്കുന്ന വെള്ളം പുറത്തേക്ക് മീൻസ് ബംഗാൾ ഉൾക്കടലിലേക്ക് പോകും. ഇത്രയേ ഉള്ളൂ ഈ ഗ്യാപ്പ്. മൗത്ത് എന്ന് പറയും. ലേക്കിന്റെ മൗത്താണ്. കിട്ടിയല്ലോ? ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലായാലും മാത്രമേ ഈ ടോപ്പിക്കിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഗൂഗിൾ മാപ്പിലോട്ട് പോയി ഈ ഒരു കാര്യം കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാം. ഗൂഗിൾ മാപ്പ് വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. ചിൽക്ക ലേക്കിന്റെ ഈ മാപ്പിൽ സത്പാത എന്ന് പറയുന്ന സ്ഥലം ഞാൻ ഒരു ബോക്സിലിട്ട് വെച്ചിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ സ്ഥലമാണ്. ഈ ആരോ മാർക്ക് ശ്രദ്ധിച്ച് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ബംഗാൾ ഉൾക്കടലിൽ നിന്ന് ചിൽക്കയിലേക്ക് വെള്ളം കയറുന്ന ഒരു സ്ഥലമാണ് ആരോ മാർക്ക്. അപ്പൊ നിങ്ങൾ മാപ്പിൽ കണ്ടു സത്പാത എന്ന് പറയുന്ന ഒരു പോർഷൻ കണ്ടു ഇല്ലേ? കണ്ട സത്പാത. ആ സത്പാത എന്താണ്? ഈ 2 ഗ്യാപ്പില് ഒരെണ്ണമാണ് സത്പാത. അപ്പൊ സത്പാത എന്നതൊരു ഉത്തരമാണ്. ചോദ്യം എന്താണ്? ചിൽക്ക ലേക്കിനെ കുറിച്ചാണല്ലോ നമ്മൾ പഠിക്കുന്നത്. ഈ ചിൽക്ക തടാകത്തിന്റെ പുതിയ മൗത്തിന്റെ പേരാണ് സത്പാത. അത്രേ ഉള്ളൂ. മൗത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഗ്യാപ്പിനെ പറയുന്ന പേരാണ് മൗത്ത്.
ഓക്കെ അല്ലേ? ഗ്യാപ്പ് നമ്മൾ കൂടുതൽ കോമൺ ആയിട്ട് പറയുമെങ്കിലും അതിന്റെ എക്സാക്ട് വേർഡാണ് മൗത്ത്. അപ്പൊ ന്യൂ മൗത്ത് ഓഫ് ചിൽക്ക ലേക്കാണ് സത്പാത. കണ്ട, അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയി ചോദിക്കും. ഞാനിവിടെ എഴുതാം ഉത്തരം. സത്ത് പാത എന്ന് എഴുതി. അപ്പൊ സത്പാത എന്ന് ഉദ്ദേശിക്കുന്നത് ചോദ്യം ചിൽക്ക തടാകത്തിന്റെ പുതിയ മൗത്തിന്റെ പേരാണ് സത്പാത. പഴയ മൗത്തിന്റെ പേരാണ് അരക്കാക്കുട. പഴയ മൗത്ത് അരക്കാക്കുട. പഴയ മൗത്താണ് അരക്കാക്കുട, പുതിയ മൗത്താണ് സത്പാത. ഈ പഴയ മൗത്തും പുതിയ മൗത്തും എന്ന് പറയുന്നത് ഈ ചുഴലിക്കാറ്റ്, ഭൂകമ്പം, പലതൊക്കെ സംഭവിക്കുമ്പോൾ ഈ തടാകത്തിൽ നിന്ന് പൊട്ടി വെള്ളം പുറത്തേക്ക് പോകുന്ന ആ ഒരു ഓപ്പണിംഗ് ആയി മാറുന്നതിന് പറയുന്ന പേരാണ്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചോദ്യം ഇതാണ്. ന്യൂ മൗത്ത് ഓഫ് ചിൽക്ക ലേക്ക് ഈസ് സത്പാതയും ഓൾഡ് മൗത്ത് ഓഫ് ചിൽക്ക ലേക്ക് ഈസ് അരക്കാക്കുടയുമാണ്. ഇത് നമ്മുടെ വീഡിയോയിൽ ആദ്യം കണ്ടുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ആദ്യം തന്നെ പറഞ്ഞത്. അപ്പൊ ചിൽക്ക തടാകത്തിന്റെ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഈ ചിൽക്ക തടാകത്തിനെ കുറിച്ച് ഏറ്റവും അധികം തവണ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഏതാണ്? അതിന് ഉത്തരമാണ് ചിൽക്ക. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. നമ്മളുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകത്തിന്റെ പേരാണ് ചിൽക്ക തടാകം. അതുകൊണ്ടാണ് നമ്മൾ ഇത് തന്നെ ആദ്യം പഠിക്കുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. ബിഗ്ഗസ്റ്റ് ലേക്ക് ഇൻ ഇന്ത്യ ചിൽക്ക ലേക്കാണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലായി കാണും. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയാണ് മനസ്സിലായത്. ഈ ഭാഗത്ത് വരുന്ന കടല് ചിൽക്ക തടാകത്തിലോട്ട് കയറുമെന്നും ഈ ചിൽക്ക തടാകത്തിൽ നിന്ന് വെള്ളം പുറത്തേക്ക് പോകുന്നു മനസ്സിലായി. അപ്പൊ ഈ കടല് കയറുമ്പോൾ ഈ തടാകം ഫ്രഷ് വാട്ടർ ആയിരിക്കുമോ സോൾട്ട് വാട്ടർ ആയിരിക്കുമോ? വളരെ സിമ്പിൾ അല്ലേ? സോൾട്ട് വാട്ടർ ആയിരിക്കും. ഈ തടാകം ഉപ്പുള്ള തടാകമായിരിക്കുമല്ലോ. കാരണം കടല് കയറുന്നില്ലേ, തടാകത്തിൽ നിന്ന് വെള്ളം പുറത്തേക്കും പോകുന്നില്ലേ. അപ്പൊ ഈ തടാകം ഉപ്പുള്ളതാണെന്ന് മനസ്സിലായി. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചിൽക്ക തടാകമാണ്. ആ ചോദ്യം ഇവിടെ എഴുതാം. ബിഗ്ഗസ്റ്റ് ഇത്ര എഴുതിയാൽ മതിയല്ലോ. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചിൽക്ക തടാകമാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപ്പുള്ള തടാകം അതും ചിൽക്ക തടാകം തന്നെയാണ്. വളരെ സിമ്പിൾ അല്ലേ? ലാർജസ്റ്റ് ലേക്ക് ഇൻ ഇന്ത്യ ചിൽക്ക ലേക്ക്. ലാർജസ്റ്റ് സലൈൻ ലേക്ക് ഇൻ ഇന്ത്യ അതും ചിൽക്ക ലേക്ക് തന്നെ. വളരെ സിമ്പിളാണ് ഈ രണ്ട് ചോദ്യം. അപ്പൊ ഞാൻ ഒരു കാര്യം ഇവിടെ വരക്കാം. ഞാൻ ഈ വരക്കുന്നത് ഒരു തടാകമാണ്, ഇതും ഒരു തടാകമാണ്. അപ്പൊ രണ്ട് തടാകമാണ് ഞാൻ ഇവിടെ ബോർഡിൽ വരച്ചു വെച്ചിരിക്കുന്നത്. ഇത് ഒരെണ്ണത്തിന്റെ പേര് ചിൽക്ക എന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് ഈ വരച്ചിരിക്കുന്നത്. അടുത്തതിന്റെ പേരാണ് സംബാർ. ഓക്കെ, സാമ്പാർ അല്ല, സാമ്പാർ എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, സംബാർ. രണ്ട് തടാകം ഞാൻ വരച്ചു. ഈ രണ്ട് തടാകവും ഉപ്പുള്ള തടാകമാണ്. അപ്പൊ ചിൽക്കയിലെ ഉപ്പിന്റെ ക്വാണ്ടിറ്റി, അളവാണ് ഞാൻ വരയ്ക്കുന്നത്. ഇതാണ് ചിൽക്കയിലെ ഉപ്പിന്റെ ക്വാണ്ടിറ്റി. ഓക്കെ അല്ലേ? അപ്പൊ ഇനി സംബാർ. നമുക്ക് സംബാർ എവിടെയാണെന്ന് പറയാം. അത് രാജസ്ഥാനിലാണ്. ഓർത്തു വെച്ചു. സംബാർ എവിടെയാണ്? രാജസ്ഥാനിലാണ്. അപ്പൊ ചിൽക്ക എവിടെയാണ്? അത് ഒഡീഷയിലാണ്. ആദ്യം വരച്ചു വെച്ചിട്ടുണ്ട്. ചിൽക്ക ഒഡീഷയിലാണ്. സംബാർ എന്ന് പറയുന്ന തടാകം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യ സംസ്ഥാനം. ഇങ്ങനെയൊക്കെ പരീക്ഷയിൽ ചോദിക്കുന്നുള്ളൂ. ഉത്തരമാണ് രാജസ്ഥാൻ. അപ്പൊ സംബാറിലെ ഉപ്പിന്റെ ക്വാണ്ടിറ്റി വരക്കാം. സംബാറിലെ ഉപ്പിന്റെ ക്വാണ്ടിറ്റിയാണ് നമ്മൾ വരക്കുന്നത്. സംബാറിലെ ഉപ്പിന്റെ ക്വാണ്ടിറ്റി വരച്ചു. അപ്പൊ നോക്കി, നിങ്ങൾ എന്നെ നോക്കി മനസ്സിലാക്കി. സംബാറിലെ ഉപ്പിന്റെ ക്വാണ്ടിറ്റി ഞാൻ വരച്ചപ്പോ സംബാർ മുഴുവനും ഉപ്പാണ്. ചിൽക്കയിലെ ഉപ്പിന്റെ ക്വാണ്ടിറ്റി വരച്ചപ്പോ കുറച്ചേ ഉപ്പുള്ളൂ. ഓക്കെ അല്ലേ? പിന്നെ അത് എന്ത് കാര്യം മനസ്സിലായി? ഉപ്പ് കൂടുതലുള്ളത് എവിടെയാണ്? ഉപ്പിന്റെ അളവിനെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്ന കാര്യം. എന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ഇങ്ങനെ എടുക്കുമ്പോൾ ഈ തടാകത്തിലെ വെള്ളത്തിലായിരിക്കും ഉപ്പിന്റെ കണ്ടന്റ് കൂടുതൽ. സംബാറിലായിരിക്കും. വളരെ സിമ്പിളാണ് മൂന്ന് ചോദ്യം. ഈ മൂന്ന് ചോദ്യവും പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളുമാണ്. ഏതൊക്കെയാണ് മൂന്ന് ചോദ്യം? നമ്മൾ പറയാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഏതാണ്? ചിൽക്ക തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപ്പുള്ള തടാകം ഏതാണ്? ഇവിടെ നോക്കി, ഇന്ത്യയിലെ ഏറ്റവും വലിയ എന്ന് പറയുന്ന വാക്കിന് ഇമ്പോർട്ടന്റ് ഉണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപ്പുള്ള തടാകം. ഇത് രണ്ടും ഉപ്പുള്ളതാണെന്ന് നേരത്തെ പറഞ്ഞു. ഇതിനകത്ത് നോക്കി, ഏറ്റവും വലിയ ഉപ്പുള്ള തടാകം ചിൽക്ക. വളരെ സിമ്പിൾ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അളവ് എന്ന് വെച്ചാൽ മോസ്റ്റ് സലൈൻ എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപ്പുള്ള തടാകം കിടക്കുന്നു സാമ്പാർ.
3 ചോദ്യവും കണ്ട് മനസ്സിലാക്കി. ഒരിക്കലും മറന്നു പോകരുത്. ഒന്നുകൂടി പറയാം, മലയാളത്തിൽ പറയാം. ചോദ്യം: ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം. ചോദ്യത്തിൽ ഉപ്പുള്ളതോ ശുദ്ധജലമോ അങ്ങനെയൊന്നുമില്ല. തടാകം വലുതായാൽ മതി. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചിൽക്ക. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണജല തടാകം ചിൽക്ക തന്നെയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലവണത്വമുള്ള തടാകം, അതിന്റെ പേരാണ് സാമ്പാർ. സാമ്പാർ ഉണ്ടാക്കിയപ്പോ കുറച്ച് ഉപ്പ് കൂടിപ്പോയി, ഇത് കിട്ടിയല്ല. സാമ്പാർ എവിടെയാണ്? രാജസ്ഥാനിലാണ്. അപ്പൊ ചിൽക്ക എവിടെയാണ്? അതൊന്ന് പറഞ്ഞേ. എവിടെയാണ് ചിൽക്ക? ഒഡീഷയിലാണ്. ഒഡീഷ എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ പേരാണ്. ചിൽക്ക വ്യാപിച്ചു കിടക്കുന്ന ഒഡീഷയിലുള്ള ആ ജില്ലകളുടെ പേരാണ്, ഞാൻ പറയുമ്പോൾ എന്റെ കൂടെ പറയണം, ആ ജില്ലകളുടെ പേരാണ് പുരി. പറ. പുരി അല്ല, പുരി, കുർദ, ഗഞ്ചം. വളരെ സിമ്പിൾ അല്ലേ? പുരി, കുർദ, ഗഞ്ചം. എഴുതാം. ജസ്റ്റ് ഒന്ന് പറ. ചോദ്യം പറഞ്ഞേ. ചിൽക്ക തടാകം വ്യാപിച്ചു കിടക്കുന്ന ജില്ലകളുടെ പേരാണ് പുരിയുടെ പുരി, കുർദ, ഗഞ്ചം. ഇവിടെ എഴുതാം. ചില ആൾക്കാർക്ക് മനസ്സിലാവത്തില്ല. പുരി, പുരി, കുർദ, അടുത്തതിന്റെ പേരാണ് ഗഞ്ചം. പുരി, കുർദ, ഗഞ്ചം ജില്ലകളിലാണ് ഈ തടാകം വ്യാപിച്ചു കിടക്കുന്നത്. നമ്മളിപ്പോ ചിൽക്കനെ കുറിച്ചാണ് പഠിക്കുന്നത്. സാമ്പാർ അതിന്റെ ഇടയിൽ വന്നൊരു ചോദ്യമാണ്. സാമ്പാറിനെ കുറിച്ച് നമുക്ക് വരും ക്ലാസ്സുകളിൽ പഠിക്കാം. അപ്പൊ ചിൽക്ക ആദ്യം മുതൽ എന്താ കിട്ടി നിങ്ങൾക്ക്? ഇന്ത്യയിലെ ഏറ്റവും വലുത് ചിൽക്കയാണെന്ന് കിട്ടിയ അതെന്തായാലും കിട്ടണം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചിൽക്ക. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപ്പുള്ള തടാകം ആലോചിച്ച് നോക്കി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപ്പുള്ള തടാകം വലുതാണ് ചിൽക്ക. കൂടുതൽ ഉപ്പുള്ള തടാകം എന്ത്? സാമ്പാറിലല്ലേ ഉപ്പ് കൂടുതൽ? വളരെ സിമ്പിൾ അല്ലേ? അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉപ്പുള്ള തടാകമാണ് സാമ്പാർ, രാജസ്ഥാൻ. ചിൽക്കയുടെ അടുത്ത ചോദ്യം: ചിൽക്ക വ്യാപിച്ചു കിടക്കുന്ന ജില്ലകളുടെ പേരാണ്. ജില്ലകൾ. സംസ്ഥാനം ഒഡീഷയാണെന്ന് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം. അതൊരു അടിസ്ഥാനപരമായ ഫസ്റ്റ് ചോദ്യമാണ്. അടുത്ത ലെവൽ ചോദ്യമാണ് അത് വ്യാപിച്ചു കിടക്കുന്ന ജില്ലകളുടെ പേര്. ആ ജില്ലയുടെ പേരാണ് പുരി, കുർദ, ഗഞ്ചം. കിട്ടിയ? നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി. പറ. നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി. ഒരു സിനിമ കണ്ടിട്ടുണ്ട? ദുൽഖർ സൽമാന്റെ. ആ സിനിമയിലുള്ള ബീച്ചിന്റെ പേരാണ് പുരി ബീച്ച്. കേട്ട് കാണുന്നുണ്ട്? പുരി ബീച്ച്. ആ പുരി ബീച്ചൊക്കെ ഉള്ള സ്ഥലത്തിന്റെ പേരാണ് പുരി സ്ഥലം. പുരി. ആ ജില്ലയിലാണ് ചിൽക്ക തടാകം ഉള്ളത്. അപ്പൊ പുരി, കുർദ, ഗഞ്ചമാണ് ജില്ല. ഇതിന് ഞാൻ പറയത്തില്ല, റിപ്പീറ്റ് കേട്ടു നോക്കി മനസ്സിലാക്കിയാൽ മതി. ഇനി ചിൽക്ക തടാകത്തിന്റെ വിസ്തീർണം, ഏരിയ 1100 കിലോമീറ്റർ സ്ക്വയർ. 1100 കിലോമീറ്റർ സ്ക്വയർ ആണ് വിസ്തീർണം ചിൽക്കയുടെ. ഓക്കെ അല്ലേ? ഇനി നോക്കിയേ, WTO എന്ന് പറയുന്ന വാക്കോട്ട് മിക്കവരും കേട്ട് കാണും. ഇവിടെ എഴുതാം. ഞാൻ വന്നാലും ഇവിടെ എഴുതാം. WTO. ഈ WTO എന്താണ്? ഇതാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഓക്കെ അല്ലേ? അടുത്തത് ഞാൻ എഴുതി WTO. ഇവിടെ ഞാൻ ടൂറിസം എന്ന് എഴുതും. ടൂറിസം. രണ്ടും വ്യത്യാസമാണെന്ന് മനസ്സിലായല്ലോ. നമ്മൾ ഷോർട്ട് ആയിട്ടൊക്കെ എഴുതുമ്പോൾ ഇത് ശരിക്കും UNWTO എന്നാണ് പറയുന്നത്, യുണൈറ്റഡ് നേഷൻസിന്റെ ടൂറിസം ഓർഗനൈസേഷൻ. അപ്പൊ നോക്കിയേ, ഇത് നോക്കിയേ, ഞാനിപ്പോ രണ്ടും WTO എന്ന് എഴുതി. ഇത് വേൾഡ് ട്രേഡ് ആണ്. ഇവിടെ ബ്രാക്കറ്റ് ട്രേഡ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ചിലപ്പോൾ ചില ആൾക്കാർക്ക് മാറിപ്പോകും. ഇത് ട്രേഡ് ആണ്, ഇത് ടൂറിസം ആണ്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ. അപ്പൊ ഈ വേൾഡ് ടൂറിസം ഇല്ലേ? ഈ വേൾഡ് ടൂറിസം ഓർഗനൈസേഷന്റെ ഒരു പരിപാടി ഉണ്ട്. അതിന്റെ പേരാണ് ഡെസ്റ്റിനേഷൻ ഫ്ലൈവേഴ്സ്. ജസ്റ്റ് എന്ന് പറഞ്ഞ കൂടെ പറഞ്ഞു. ഡെസ്റ്റിനേഷൻ ഫ്ലൈവേഴ്സ്. ഡെസ്റ്റിനേഷൻ ഫ്ലൈവേഴ്സ് എന്ന് പറയുന്ന ഒരു സൂപ്പർ പരിപാടി. ഈ പരിപാടിയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ ഏക തടാകത്തിന്റെ പേരാണ് ചിൽക്ക. കഴിഞ്ഞ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ആ ചോദ്യം പറഞ്ഞ ഉത്തരം ചിൽക്ക. ഉത്തരം ചിൽക്ക എന്ന് വെറുതെ പറയണ്ട, ചോദ്യം എന്ന് പറഞ്ഞാൽ മതി. എന്താണ് ചോദ്യം? ആലോചിച്ചോ. ഡെസ്റ്റിനേഷൻ ഫ്ലൈവേഴ്സ് എന്ന ആ ഒരു പരിപാടിയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ തടാകത്തിന്റെ പേരാണ് ചിൽക്ക. വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന പരിപാടിയാണ് ഡെസ്റ്റിനേഷൻ ഫ്ലൈവേഴ്സ്. ഞാൻ രണ്ടും എഴുതി വെച്ച കാര്യം രണ്ടും കുട്ടികൾക്ക് മാറിപ്പോകുന്നതുകൊണ്ടാണ്. അതിൽ പറയാം, വേൾഡ് ടൂറിസം ഓർഗനൈസേഷന്റെ ഡെസ്റ്റിനേഷൻ ഫ്ലൈവേഴ്സിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ ഒരേ ഒരു തടാകത്തിന്റെ പേരാണ് ചിൽക്ക. അപ്പൊ ഈ വേൾഡ് ടൂറിസം ഓർഗനൈസേഷന്റെ ആസ്ഥാനം എവിടെയാണ്? അതൊന്ന് ഓർത്ത് വെച്ചേക്ക്. ആ ആസ്ഥാനം എവിടെയാണെന്ന് വെച്ചാൽ സ്ഥലത്തിന്റെ പേരാണ് മാഡ്രിഡ്. പറഞ്ഞ മാഡ്രിഡ്. ഇത് എവിടെയാണ്? മാഡ്രിഡ് സ്പെയിനിലാണ്.
ഓർത്തു വെച്ചേക്ക്. സ്പെയിനിലുള്ള മാഡ്രിഡ് ആണ് എന്തിന്റെ ആസ്ഥാനം? വേൾഡ് ട്രേഡ് അല്ല ടൂറിസം ഓർഗനൈസേഷന്റെ ആസ്ഥാനം മാഡ്രിഡ്, സ്പെയിൻ. അപ്പൊ അങ്ങനെയാണ് ട്രേഡിന്റെ ആസ്ഥാനം എവിടെയാണ്? വേൾഡ് ട്രേഡ്. അത് ഓർത്തു വെച്ചോ. ജനീവ, ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. ജനീവ എവിടെയാണ്? സ്വിറ്റ്സർലൻഡിലാണ്. ജനീവ എവിടെയാണ്? സ്വിറ്റ്സർലൻഡ്. അപ്പൊ ചോദ്യം ഞാൻ ചോദിക്കട്ടെ, ഡെസ്റ്റിനേഷൻ ഫ്ലൈവേഴ്സുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര സംഘടന ഏത്? ട്രേഡ് ആണോ ടൂറിസം ആണോ? ടൂറിസം ആണോ? ഡെസ്റ്റിനേഷൻ എന്നൊക്കെ പറയുമ്പോൾ ടൂറിസം ആയിരിക്കുമല്ലോ. കിട്ടിയല്ല. അതുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെ ഏക തടാകം ഏത്? ചിൽക്ക മാത്രമാണ്. പിന്നെ നമ്മൾ പഠിച്ചത് വേൾഡ് ടൂറിസം ഓർഗനൈസേഷന്റെ ആസ്ഥാനം മാഡ്രിഡ്, സ്പെയിൻ. എന്നാൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ആസ്ഥാനം ജനീവയിലുമാണ്. ഇത് രണ്ടും കുട്ടികൾക്ക് മാറിപ്പോകും. ഇത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാം. ഈ ടൂറ് പോകുന്ന പരിപാടിയില്ലേ, ഇപ്പൊ നമ്മള് എപ്പോഴും ടൂറ് പോയല്ലേ. ഇപ്പൊ കൊറോണ ആയി ബന്ധപ്പെട്ട് മാത്രമാണ് ടൂറ് പോകാണ്ട് വീട്ടിലിരിക്കുന്നത്. അല്ലെങ്കിൽ എപ്പോഴും ടൂറല്ലേ. പൂജവെപ്പിന് ടൂറ്, ഓണത്തിന് ടൂറ്, ക്രിസ്മസിന് ടൂറ്, വിഷുവിന് ടൂർ. ഇതൊക്കെ നമ്മൾ വീട്ടിൽ വേണ്ട ദിവസമാണ്. ആ ദിവസവും ടൂർ പോകുന്നു. അപ്പൊ ടൂർ പോകുന്നത് ആളുകൾക്കൊരു മാഡാണ്. ശരിയാണ്, ആലോചിച്ച് നോക്കുമ്പോൾ. മാഡ് മീൻസ് ഭ്രാന്താണ് ഇല്ലേ? ടൂർ പോകുന്ന ആൾക്കാർക്ക് ഒരു മാഡല്ലേ. അപ്പൊ അങ്ങനെ ടൂറിസം, വേൾഡ് ടൂറിസം ഓർഗനൈസേഷന്റെ ആസ്ഥാനം എവിടെയാണ്? ടൂർ പോകുന്ന മാഡ്. ഇത്രയും കിട്ടിയാൽ മതി. മാഡ് വെച്ച് ഒരു ഓപ്ഷനേ വരത്തുള്ളൂ പരീക്ഷയ്ക്ക്. മാഡ്രിഡ്, സ്പെയിൻ. ഇനി നോക്കിയേ, ട്രേഡ് മീൻസ് എന്താണ്? ഒരു കച്ചവടം, വ്യവസായം ഒക്കെയാണ് ട്രേഡ്. ട്രേഡ് നടത്തുന്നത് എന്തിനാണ്? ആൾക്കാർ കച്ചവടം നടത്തുന്നത് എന്തിനാണ്? ജീവിക്കാനല്ലേ. അപ്പൊ ജി കിട്ടി. ജനീവ. നാളെയും ഓർത്തിരിക്കാനാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഈ ക്ലാസ് കേൾക്കുമ്പോൾ മാത്രം ഓർത്തിരുന്നുകൊണ്ട് കാര്യമില്ല. നാളെയാണ് പരീക്ഷ, അന്ന് ഓർത്തിരിക്കണം. അപ്പൊ ചിലപ്പോൾ ഇതൊക്കെ കിട്ടത്തുള്ളൂ. ഇവിടെ എന്താ പറഞ്ഞത്? വേൾഡ് ടൂറിസം ഓർഗനൈസേഷന്റെ ആസ്ഥാനം, ടൂർ പോകുന്നത് മാഡ്രിഡ്, സ്പെയിൻ. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ആസ്ഥാനം, ട്രേഡ് നടന്ന് ജീവിക്കാൻ വേണ്ടി ജനീവ. ഈ രണ്ട് ചോദ്യം എക്സ്ട്രാ ഓർത്തു വെച്ചോ. ഈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ സ്ഥാപിതമായ വർഷം 1995 ആണ്. ഇത് ഓർത്തിരുന്നു. ഇത് കാണാൻ കൂടെ പഠിക്കേണ്ടി വരും. വേൾഡ് ട്രേഡ് ആണ്. ട്രേഡ് സ്ഥാപിതമായത് 95-ലാണ്. ടൂറിസം സ്ഥാപിതമായത് 1974-ലുമാണ്. രണ്ടും ഓർത്തു വെച്ചോ. അപ്പൊ 1974-ലാണ് വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ വന്നത്. 1995-ലാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ വന്നത്. നമുക്ക് ചിൽക്കയിലോട്ട് പോവാം. ചിൽക്കയിൽ നിന്നാണ് നമ്മളിപ്പോ ഇതിലോട്ട് പോയത്. ഇതിലേക്ക് പോകാൻ കാരണമായ ചോദ്യം എന്താണ്? ഡെസ്റ്റിനേഷൻ ഫ്ലൈവേഴ്സിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ ഏക തടാകം ചിൽക്ക. ഡെസ്റ്റിനേഷൻ ഫ്ലൈവേഴ്സുമായി ബന്ധപ്പെട്ട സംഘടന വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ. ആസ്ഥാനം ടൂർ പോകുമ്പോ മാഡ്രിഡ്. എളുപ്പമല്ലേ? ചിൽക്കയുടെ വിസ്തീർണം എന്ന് പറഞ്ഞു. ഞാൻ ഇടക്കിടക്ക് ഇതുപോലത്തെ ചോദ്യങ്ങൾ ചോദിക്കും. ശ്രദ്ധിച്ചിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചോദിക്കുന്നത്. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ക്ലാസ് ഒരു എന്റർടൈൻമെന്റ് ക്ലാസ് പോലെ ആൾക്കാർ കരുതും. ഒരു എന്റർടൈൻമെന്റ് ക്ലാസ് അല്ല ശരിക്കണം. നിങ്ങൾക്ക് ഇല്ലാതെ ഒരു എന്റർടൈൻമെന്റ് കിട്ടത്തില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ പറയുന്ന മനസ്സിലാവുകയാണെങ്കിൽ മാത്രം കുറച്ച് അറിവുകൾ കിട്ടും. ആ അറിവ് കൊണ്ട് നിങ്ങൾക്ക് ഒരു വലിയ ജോലി കിട്ടും ഉറപ്പായിട്ടും. അപ്പൊ നോക്കിയേ, ഞാനിപ്പോ ലാസ്റ്റ് ചോദിച്ചത് ചിൽക്ക തടാകത്തിന്റെ ഏരിയ വിസ്തീർണത്തെ കുറിച്ചാണ്. എത്രയാണ്? 1100 കിലോമീറ്റർ സ്ക്വയർ ആണ്. ഏതൊക്കെ ജില്ലകളിലാണ് വ്യാപിച്ചു കിടക്കുന്നത്? നീലാകാശം സിനിമ കണ്ടിട്ടില്ലെങ്കിൽ ആലോചിക്കണ്ട, കാണപ്പെട്ട് പഠിക്കും. പുരി, കുർദ, ഡെഞ്ചർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചിൽക്ക. ദ മോസ്റ്റ് സലൈൻ ലേക്ക് ഇൻ ഇന്ത്യ. ഇത് ഏതാണെന്ന് പറഞ്ഞു ഒത്തിരി തവണ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ. ദ മോസ്റ്റ് സലൈൻ ലേക്ക് ഇൻ ഇന്ത്യ. മലയാളത്തിൽ പറയും. മോസ്റ്റ് സലൈൻ മീൻസ് എന്താണ്? ഉപ്പ് കൂടുതലാണ്. ഉപ്പ് ഏറ്റവും കൂടുതൽ ഉള്ള തടാകം ഏത്? ഉപ്പ് കൂടുതൽ എന്തുണ്ടാക്കിയപ്പോഴാണ് ആയിട്ടുള്ളത്? സാമ്പാർ ഉണ്ടാക്കിയപ്പോൾ ഉപ്പ് കൂടിപ്പോയി. സാമ്പാർ എന്നൊക്കെ പറഞ്ഞാലും മതി. സാമ്പാർ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. സാമ്പാർ എവിടെയാണ് ഈ സാമ്പാർ? രാജസ്ഥാൻ. ചിൽക്കയുടെ പ്രത്യേകത ഉപ്പുള്ളയിൽ വലുതാണ്. പിന്നെ നമ്മൾ ആദ്യം 2 ചോദ്യം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 2 ഉത്തരങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ചോദ്യം എന്താണ്? ഉത്തരമാണ് സത്പാദം. ഇത് നിങ്ങൾ കണ്ടതുമാണ്. കഴിഞ്ഞ ഒരു ഗൂഗിൾ മാപ്പിന്റെ ഫോട്ടോയെ കണ്ടാണ്. സത്പാദ മീൻസ് എന്താണ്? ന്യൂ മൗത്ത് ഓഫ് ചിൽക്ക ലേക്കാണ്. ന്യൂ മൗത്ത്. അപ്പൊ ഓൾഡ് മൗത്ത് ഓഫ് ചിൽക്ക ലേക്കിന്റെ പേരാണ് എന്താണ്? ഇത് ഒരെണ്ണം പഴയതാണ്. ചിലപ്പോൾ ഇത് ഉണ്ടാവുമായിരിക്കില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ അത് പഴയതായിട്ടുണ്ടാവും. അതിന്റെ പേരാണ് അരക്ക പുട. ഓക്കെ അല്ലേ? ചിൽക്ക ലേക്ക്. അപ്പൊ നോക്കിയേ, ചിൽക്ക ലേക്കുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള 1-2 ചോദ്യങ്ങൾ കൂടി ഉണ്ട്. നമുക്ക് ആ ചോദ്യത്തിലോട്ട് കിടക്കാം. അപ്പൊ അതിനു മുമ്പ് ഒരു ചോദ്യം, പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം ഞാനിവിടെ എഴുതാൻ പോകുന്നു. ചോദ്യം: ലേക്ക് ഐലൻഡ്
ഇത്രേ ഞാൻ എഴുതുന്നുള്ളൂ. ലേക്ക് ഐലൻഡിന്റെ മലയാളം എന്താണ്? തടാക ദ്വീപ് എന്നാണ്. പരീക്ഷയ്ക്ക് ചോദിച്ചത് ഇങ്ങനെയാണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക ദ്വീപ് ഏതാണ്? ഭൂരിഭാഗം കുട്ടികളും ഇതിന് ഉത്തരം കൊണ്ട് മാജുലി എഴുതി വെക്കും. മാജുലി നദിയിലുള്ള ദ്വീപാണ്. ഇതല്ല ഇതിന്റെ ഉത്തരം. ചോദ്യം എന്താണ്? തടാക ദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും വലുതുമായിരിക്കണം. ഇതിന്റെ ഉത്തരമാണ് ഹണിമൂൺ ദ്വീപ്. ഇവിടെ ഉത്തരം ഞാൻ എഴുതാം. ലേക്ക് ഐലൻഡ് ഹണി മൂൺ ഐലൻഡ്. വളരെ സിമ്പിൾ അല്ലേ? ചോദ്യം എന്താണ്? ലാർജസ്റ്റ് ലേക്ക് ഐലൻഡ് ഇൻ ഇന്ത്യ എന്നാണ് ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക ദ്വീപ് ഏത്? വളരെ സിമ്പിൾ, ഹണിമൂൺ ദ്വീപ്. മാജുലിയുടെ ചോദ്യമൊക്കെ വേറെയാണ്, നമുക്ക് ബ്രഹ്മപുത്രയിൽ പറയാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക ദ്വീപാണ് ഹണിമൂൺ ദ്വീപ്. ചിൽക്ക എന്ന് പറയുന്ന തടാകത്തിലാണ് ഈ ഹണിമൂൺ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഇവിടെ നോക്കി, ഈ ചിൽക്ക തടാകമില്ലേ? ഇല്ലേ? ഈ ചിൽക്ക തടാകത്തിൽ കുറച്ച് ദ്വീപുകളുണ്ട്. ആ ദ്വീപ് ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് വരക്കാം. അപ്പൊ ഈ ചിൽക്ക തടാകത്തിലുള്ള ദ്വീപുകളാണ് ഞാൻ ഇവിടെ ഇങ്ങനെ റൗണ്ട് പോലെ വരക്കുന്നത്. ഇതൊക്കെ ചിൽക്കയിലുള്ള ദ്വീപുകളാണ്. അതിൽ ഒരെണ്ണമാണ് ഹണിമൂൺ ദ്വീപ്. അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകത്തിലുള്ള ദ്വീപമാണ്. തടാകത്തിലുള്ള ദ്വീപ് ഓക്കെയാണ്. അപ്പൊ ചിൽക്ക തടാകത്തിലെ ആ ദ്വീപുകളുടെ പേര് നമ്മൾ പഠിക്കാൻ പോവാണ്. ചിൽക്ക തടാകത്തിൽ വരുന്ന ദ്വീപുകളുടെ പേര് ഞാൻ പറയുമ്പോൾ എന്റെ കൂടെ ഇത് പറയണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ കിട്ടത്തില്ല, ചിലപ്പോ കുറച്ച് പാടായിട്ട് തോന്നുകയും ചെയ്യും. ചിൽക്ക തടാകത്തിന്റെ ഉള്ളിലുള്ള ആ ദ്വീപുകളെ കുറിച്ച് കൂടെ പറയണം. ബീക്കൺ, ബീക്കൺ, നൽബാന, ആദ്യം മുതൽ ബീക്കൺ, നൽബാന, മംഗലജ്യോതി, വളരെ ഇമ്പോർട്ടന്റ് ആണ്. മംഗലജ്യോതി, ഹണിമൂൺ, ബേർഡ്സ്, ബ്രേക്ക്ഫാസ്റ്റ്, സനഗുഡ, ബെഡഗുഡ, പരിഗുഡ. ജസ്റ്റ് കൂടെ പറയണം, ഇല്ല ചിലപ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ പരിപ്പോടെ എന്നൊക്കെ കേൾക്കത്തുള്ളൂ. അപ്പൊ ആദ്യം മുതൽ ബീക്കൺ. ഓക്കെ, ചോദ്യം എന്താണ്? ചിൽക്ക തടാകത്തിലുള്ള ദ്വീപുകൾ ഏതൊക്കെ? ഇതാണ് ചോദ്യം അല്ലേ? അതിന് ഉത്തരങ്ങൾ ഒരുപാടുണ്ട്. ആ ഉത്തരമാണ് നമ്മൾ പറയുന്നത്. മേജർ ഐലൻഡ്സ് ഇൻ ചിൽക്ക: ബീക്കൺ, നൽബാന, നൽബാന, ഞാനിവിടെ എഴുതാം, ജസ്റ്റ് ഒന്ന് പറ. നൽബാന, മംഗലജ്യോതി, ഹണിമൂൺ ഐലൻഡ് എഴുതിയിട്ടുണ്ട്. ബേർഡ്സ്, പക്ഷിദ്വീപ്, ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപിന്റെ പേരാണ്. അടുത്താണ് സനഗുഡ, സനഗുഡ, ബെഡഗുഡ, പരിഗുഡ. ലാസ്റ്റ് ദ്വീപിന്റെ പേരാണ് കാന്തപാന്ത. ഇതൊക്കെ പഠിക്കണം. അപ്പൊ ഞാനിവിടെ എഴുതാം ആ കാര്യം. ചോദ്യം ഇതാണ്: ചിൽക്കയിലുള്ള ദ്വീപുകൾ ഏതൊക്കെ? നോക്കിയേ, ഉത്തരം ഇവിടെ എഴുതാം. ബീക്കൺ, പിന്നെന്താ പറഞ്ഞത്? നൽബാന, പിന്നെ മംഗലജ്യോതി. ഓക്കെ, ബീക്കൺ, നൽബാന, മംഗലജ്യോതി. കിട്ടുന്നില്ലേ? ബേർഡ്സ്, ബ്രേക്ക്ഫാസ്റ്റ്, സനഗുഡ, ബെഡഗുഡ, പരിഗുഡ. അടുത്ത പേരാണ് കാന്തപാന്ത. ഇതൊക്കെയാണ് ചിൽക്ക തടാകത്തിലുള്ള ദ്വീപുകൾ. ഇത്രയും ദ്വീപേ ഉള്ളൂ എന്നല്ല അർത്ഥം. ഇത്രയും ദ്വീപുകളാണ് കുറച്ചെങ്കിലും ഫേമസ് ആയ ദ്വീപുകൾ. ഒരുപാട് ദ്വീപുകളുണ്ട്. ഇതിൽ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? നമ്മൾ ഇവിടെ നേരത്തെ എഴുതിയിട്ടുണ്ട്, ഹണിമൂൺ ദ്വീപ്. ഇവിടെ ഞാൻ ചേർക്കുന്നത് മംഗലജ്യോതി, ഹണിമൂൺ. ഇതിൽ ഏറ്റവും വലിയ ദ്വീപാണ് ഹണിമൂൺ ദ്വീപ്. ഓക്കെ അല്ലേ? ഇനി ഒന്ന് പറഞ്ഞേ ആ ദ്വീപുകളുടെയൊക്കെ പേര്. അപ്പൊ ചിൽക്ക തടാകത്തിൽ വരുന്ന ആ ദ്വീപുകളുടെ പേര് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഏതൊക്കെയാണെന്ന്. ആദ്യം മുതൽ ബീക്കൺ, പിന്നെ നൽബാന, മംഗലജ്യോതി, ഹണിമൂൺ, ബേർഡ്സ്, ബ്രേക്ക്ഫാസ്റ്റ്, സനഗുഡ, ബെഡഗുഡ, പരിഗുഡ, കാന്തപാന്ത. നോക്കിയ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോ നിതാറിന് ഏതെങ്കിലും ഒരു ദ്വീപിന്റെ പേര് എന്നിട്ട് ഇന്ന സ്ഥലത്താണ് എവിടെയാണെന്നൊക്കെ ചോദിക്കത്തുള്ളൂ. ബേർഡ്സ് എന്ന ദ്വീപ് കാണപ്പെടുന്ന ഇന്ത്യ സംസ്ഥാനം ഏതാണ്? സംസ്ഥാനം ചോദിച്ചതാണ്, ഇവിടെ എഴുതി വരച്ചു വെച്ചിട്ടുണ്ട്. ഒഡീഷയാണ്. ചിൽക്ക തടാകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? ഹണിമൂൺ ദ്വീപ്. പക്ഷിദ്വീപ് കാണപ്പെടുന്ന തടാകം ഏതാണ്? പക്ഷിദ്വീപ് മീൻസ് ബേർഡ്സ് ദ്വീപ് കാണപ്പെടുന്ന തടാകം ഏതാണ്? ചിൽക്ക തടാകമാണ്. ഹണിമൂൺ ദ്വീപ് കാണപ്പെടുന്ന തടാകം ഏതാണ്? ചിൽക്ക തടാകമാണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും. ഞാൻ ഇങ്ങനെ ഒരു ഓർഡറിൽ എഴുതിയത്: ബീക്കൺ,
നൽബാന, മംഗലജ്യോതി, ഹണിമൂൺ, ബേർഡ്സ്, ബ്രേക്ക്ഫാസ്റ്റ്, അങ്ങനെ പേരുകൾ നോക്കി. ബീക്കൺ എന്ന് പറയുന്ന ഒരു വ്യക്തി. നൽബാന ഒരു ഏകദേശം ഒരു സ്ത്രീയുടെ പേര് പോലെ തോന്നുന്നില്ല. ബീക്കണും നൽബാനയും തമ്മിൽ മംഗലം കഴിച്ചു. മംഗലം മീൻസ് കല്യാണം. ബീക്കണും നൽബാനയും കൂടി മംഗലം കഴിച്ചു. എന്നിട്ട് അവര് ഹണിമൂണിൽ പോയി. അപ്പൊ അവര് ഹണിമൂണിൽ പോയത് എവിടെയാണ്? ചിൽക്കാതടാകത്തിലാണ്. ചിൽക്കയിലാണെന്ന് കിട്ടിയില്ലെങ്കിൽ ഇത് കിട്ടിയതിന് കൊണ്ട് യാതൊരു കാര്യവുമില്ല. ഈ പേരുകളൊക്കെ നോക്കി. ബീക്കണും നൽബാനയും മംഗലം കഴിച്ചു. എന്നിട്ട് അവര് ഹണിമൂണിൽ പോയി ചിൽക്കാതടാകത്തിൽ. പിന്നെ അവര് പക്ഷിനെ കണ്ടു, ബേർഡ്സിനെ കണ്ടു. പിന്നെ അവര് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, തിരിച്ചു വന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തിരിച്ചു വന്നു. പിന്നെ ഏകദേശം ഒരു 3 വർഷം കഴിഞ്ഞപ്പോ അവർക്ക് ഒരു 3 പിള്ളേര് വന്നു. അതാണ് ഒന്ന് സനകുട, അടുത്തതിന്റെ പേരാണ് പെടകുട, അടുത്തതിന്റെ പേരാണ് പരികുട. അപ്പൊ ജീവിതം കാന്ത പാന്ത കഴിയും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ പറഞ്ഞ കാര്യം, ചിൽക്കാതടാകത്തിൽ വരുന്ന ദ്വീപുകൾ ഏതൊക്കെയാണ്? പേര് കാണാപ്പാടം പറയണ്ട, കഥ ആലോചിച്ചാൽ മതി. ബീക്കണും നൽബാനയും മംഗലം കഴിച്ചു, ഹണിമൂണിന് പോയി. എവിടെയാണ് പോയത്? ചുരുക്കയിലാണ് പോയത്. അവര് ബേർഡ്സിനെയൊക്കെ കണ്ടു, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു, തിരിച്ചു വന്നു. 3 വർഷം കഴിഞ്ഞപ്പോ 3 പിള്ളേര് വന്നു. ആരൊക്കെയാണ്? സന, ബെട, പരി. എല്ലാവരും കൂടെ കൂടെയുണ്ട്. സനകുട, ബെടകുട, പരികുട. അപ്പൊ ജീവിതം കാന്ത പാന്ത. അപ്പൊ ചിൽക്കാതടാകത്തിന്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പൊ നമ്മള് ദ്വീപുകൾ പഠിച്ചു കഴിഞ്ഞു. ഈ ദ്വീപിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ദ്വീപ് ഏതാണെന്ന് ചോദിച്ചാൽ അതിനുത്തരം ഹണിമൂൺ ദ്വീപാണ്. ഈ ദ്വീപിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഹണിമൂൺ ദ്വീപാണ്. അത് ഇന്ത്യയിലെ ഒരു വലിയ ചോദ്യമുള്ള ദ്വീപുമാണ്. എന്താണ് ആ ചോദ്യം? ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകത്തിലുള്ള ദ്വീപ് ഏതാണെന്നാണ്. കണ്ട, ഹണിമൂൺ ദ്വീപാണ്. നമ്മളിപ്പോ കുറച്ച് ദ്വീപുകൾ പഠിച്ചില്ലേ? ഈ ദ്വീപിൽ ഒരു 2-3 ദ്വീപുകൾ ഒരു ബേർഡ് ലൈഫ് സാഞ്ചുറി കൂടിയാണ്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അതാണ് നൽബാന, മംഗലജ്യോതി, ബേർഡ്സ്. ഇത് 3 പക്ഷി സങ്കേതങ്ങൾ കൂടിയാണ്. വളരെ സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ ഇപ്പൊ ചിൽക്ക എന്ന് പറയുന്ന തടാകം, ചിൽക്ക തടാകം. ഈ തടാകത്തിലെ ദ്വീപുകളാണ് നൽബാന, മംഗലജ്യോതി, ബേർഡ്സ്, ഹണിമൂൺ, അങ്ങനെ കുറെ ദ്വീപുകൾ. ആ ദ്വീപിൽ പക്ഷികൾ വന്നിരിക്കും. അതുകൊണ്ടൊരു പക്ഷി സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചു. ഇത്രയേ ഉള്ളൂ. അപ്പൊ ചോദ്യം എന്താണ്? നൽബാന, നൽബാന ശ്രദ്ധിക്കണം. നൽബാന എക്സാമ്പിൾ ചോദിച്ചാൽ നൽബാന ബേർഡ് ലൈഫ് സാങ്ച്വറി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഒഡീഷ. നൽബാന ബേർഡ് ലൈഫ് സാങ്ച്വറി കാണപ്പെടുന്ന തടാകം ഏത്? ചിൽക്ക. അത്രയേ ഉള്ളൂ. അടുത്താണ് മംഗലജ്യോതി, ബേർഡ്സ്. ബേർഡ്സ് വളരെ സിമ്പിൾ ആണ്. എന്നീ പക്ഷി സങ്കേതങ്ങൾ എവിടെയാണ്? ചിൽക്ക തടാകത്തിലാണ്. ഈ സംസ്ഥാനത്താണ്, ഒഡീഷയിലാണ്. ഇതിൽ നിന്നുള്ള ഒരു ചോദ്യം ഇങ്ങനെയാണ്: ഹെവൻ ഓഫ് വാട്ടർ ബേർഡ്സ്, വെള്ളത്തിലുള്ള പക്ഷികളുടെ സ്വർഗം എന്നറിയപ്പെടുന്ന ഒരു പക്ഷി സങ്കേതമുണ്ട് ഇന്ത്യയിൽ. അതിന്റെ പേരാണ് മംഗലജ്യോതി. മംഗലജ്യോതി ബേർഡ് ലൈഫ് സാങ്ച്വറി. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട കണക്ടിംഗ് ആണ്. ഇന്ത്യൻ ഫോറസ്റ്റ് ഒക്കെ പഠിക്കുമ്പോൾ അതിൽ വരുന്ന ടോപ്പിക്കാണ്. ഇപ്പൊ തന്നെ പഠിക്കാം. ഹെവൻ ഓഫ് വാട്ടർ ബേർഡ്സ്, വെള്ളത്തിലുള്ള പക്ഷികളുടെ സ്വർഗം അല്ലെങ്കിൽ പറുദീസ, പാരഡൈസ് എന്നൊക്കെ വിളിക്കുന്ന പക്ഷി സങ്കേതം ഏതാണ്? മംഗലജ്യോതി. നോക്കി, നൽബാനയല്ല, മംഗലജ്യോതി ബേർഡ് ലൈഫ് സാങ്ച്വറി ഈസ് നോൺ ആസ് ഹെവൻ ഓഫ് വാട്ടർ ബേർഡ്സ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ്. കിട്ടിയല്ലോ. നമ്മൾ ഹണിമൂൺ പഠിച്ചു. ഹണിമൂൺ ചിൽക്ക തടാകത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക ദ്വീപുമാണ്. ഹണിമൂൺ ദ്വീപ് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? രാജ്യം മാലിദ്വീപാണ്. ഓർത്തു വെച്ചു. അപ്പൊ ഹണിമൂൺ ദ്വീപ് എന്നറിയപ്പെടുന്ന രാജ്യമാണ് മാലിദ്വീപ്. അപ്പൊ ഈ ചിൽക്ക തടാകമില്ലേ, ഈ ചിൽക്ക തടാകത്തിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഡോൾഫിനെ കാണപ്പെടുന്നുണ്ട്. അതിന്റെ പേരാണ് ഐരാവതി. അപ്പൊ ഐരാവതി ഡോൾഫിനെ കാണപ്പെടുന്ന തടാകം ഏതാണെന്ന് ചോദിച്ചാൽ ചിൽക്ക തടാകമാണ്. ഈ ചോദ്യം പെട്ടെന്ന് ചിലപ്പോൾ ആരും കിട്ടത്തില്ല. കാരണം ഗംഗാ ഡോൾഫിൻ നിങ്ങൾ പഠിച്ചു കാണും. ഗംഗാ ഡോൾഫിനെ കാണപ്പെടുന്ന നദിയാണ്. അത് വളരെ എളുപ്പമല്ലേ, ഗംഗാ നദി. അത്രയും സിമ്പിൾ ആയിട്ട് കിട്ടണമെന്നില്ല. കാരണം ഈ പേരും ചിൽക്ക എന്ന പേരും തമ്മിൽ ബന്ധമില്ല. ഐരാവതി ഡോൾഫിനെ കാണപ്പെടുന്ന തടാകം ഏതാണെന്ന് ചോദിച്ചാൽ ചിൽക്ക തടാകമാണ്. ഐരാവതി ഏത് രാജ്യത്തെ ദേശീയ നദിയാണ്? മ്യാൻമർ ആണ്. അതിന്റെ കൂടെ ഓർത്ത് വെച്ചു. നാഷണൽ റിവർ ഓഫ് മ്യാൻമർ. മ്യാൻമർ എന്ന് പറയുന്ന ഒരു രാജ്യമില്ലേ? ഇല്ലേ. ആ രാജ്യത്തെ ദേശീയ നദിയുടെ പേരാണ് ഐരാവതി. നാഷണൽ റിവർ. ഐരാവതി ഡോൾഫിൻ രണ്ടും തമ്മിൽ ബന്ധമില്ല. ഐരാവതി ഡോൾഫിനെ കാണപ്പെടുന്ന ആ ലേക്കിന്റെ പേര് ഇന്ത്യയിലുള്ളതാണ്. അതേതാണ്? ചിൽക്ക ലേക്കാണ്.
അപ്പൊ അങ്ങനെയാണെങ്കിൽ 1974 ഇത് ഉത്തരമാണ്. ചോദ്യം ആലോചിച്ച് നോക്കി, എന്താണ് 1974? ഒരു സംഘടന എസ്റ്റാബ്ലിഷ് ആയ വർഷമല്ലേ അത്? ഏതാണ് സംഘടന? വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ നിലവിൽ വന്ന വർഷമാണ് 1974. ഈ ചിൽക്ക എന്ന് പറയുന്ന തടാകത്തിന്റെ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കി. ചിൽക്ക തടാകം ഞാൻ വീണ്ടും വരച്ചു. അപ്പൊ ഈ ചിൽക്ക തടാകത്തിലോട്ട് കുറച്ച് നദികൾ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. അതൊക്കെ നദികളാണ്. ഈ നദികളൊക്കെ ഒഴുകി വരുന്നത് ഇതൊക്കെ അരുവികളാണ്, നദികളാണ്. ഇതൊക്കെ ഒഴുകി വരുന്നത് ചിൽക്ക തടാകത്തിലേക്കാണ്. ആ നദികളുടെ പേര് നമുക്ക് പഠിക്കാം. ആ നദിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ 2 നദിയുടെ പേര് നമ്മൾ പഠിക്കുന്നുള്ളൂ. അതാണ് ദയ, ഭാർഗവി. ഇത് രണ്ടും മാത്രം ഓർത്തിരുന്നാൽ മതി. ചിൽക്ക തടാകത്തിലേക്ക് ഒരുപാട് നദികൾ ഒഴുകി വരുന്നുണ്ട്. അതിൽ 2 വളരെ ഇമ്പോർട്ടന്റ് ആണ്, ദയ, ഭാർഗവി. ഇവിടെ എഴുതാം, ദയ, ഭാർഗവി ആണ്. ബാക്കി പറ, ദയ, ഭാർഗവി ആണ് ചിൽക്ക തടാകത്തിലേക്ക് ഒഴുകി എത്തുന്ന നദികൾ. അപ്പൊ ചിൽക്കയുടെ വിസ്തീർണം എത്ര കിലോമീറ്റർ സ്ക്വയർ ആണ്? 1100 കിലോമീറ്റർ സ്ക്വയർ ആണ്. ചിൽക്ക തടാകത്തിലെ ഏറ്റവും വലിയ ദ്വീപിന്റെ പേര് എന്താണ്? അതാണ് ഹണിമൂൺ ദ്വീപ്. ഹണിമൂൺ ദ്വീപ് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? അത് മാലിദ്വീപാണ്. ഹെവൻ ഓഫ് വാട്ടർ ബേർഡ്സ് എന്നറിയപ്പെടുന്ന ബേർഡ് ലൈഫ് സാങ്ച്വറി മംഗലജ്യോതി. അടുത്ത ബേർഡ് ലൈഫ് സാങ്ച്വറി, ഇതൊക്കെ ചിൽക്ക തടാകത്തിലുള്ളതാണ്. മംഗലജ്യോതി. അടുത്തൊരു ബേർഡ് ലൈഫ് സാങ്ച്വറിയുടെ പേരാണ് നൽബാര. പിന്നെ ബേർഡ്സ് എന്നീ 3 പക്ഷി സങ്കേതങ്ങൾ ഈ സംസ്ഥാനത്താണ്. ഒഡീഷയിലാണ്. ഈ തടാകത്തിലാണ് വരുന്നത്. ചിൽക്ക തടാകത്തിലാണ്. വളരെ സിമ്പിൾ അല്ലേ? പിന്നെ ഞാൻ പറഞ്ഞത് നദിയുടെ പേരാണ്. 2 നദി ചിൽക്ക ലേക്കിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഒഴുകി വരുന്നുണ്ട്. അതിന്റെ പേരാണ് ദയ നദിയും ഭാർഗവി എന്ന് പറയുന്ന നദിയും. അപ്പോൾ ചിൽക്ക തടാകത്തിനെ കുറിച്ച് അടിസ്ഥാനപരമായ ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒരു കാര്യം ഓർത്തു വെക്കണം, ഈ ചിൽക്ക തടാകം ഇമ്പോർട്ടന്റ് ആണോ അല്ലയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ചിൽക്ക ഒഡീഷയിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, വരച്ചു കാണിച്ചു. ഇത് ഒഡീഷയാണ്. ആ ഒഡീഷയിലാണ് ചിൽക്ക. ഇതാണ് ചിൽക്ക എന്ന് പറയുന്ന തടാകം. അപ്പൊ ഈ ഒഡീഷ എന്ന് പറയുന്ന സംസ്ഥാനത്തുള്ള ഏകദേശം 2 ലക്ഷത്തോളം ആൾക്കാർ, ഇതാണ് ചിൽക്ക ലേക്ക്. ഒഡീഷയിലുള്ള 2 ലക്ഷത്തോളം ആളുകളുടെ വരുമാന മാർഗമാണ് ഈ തടാകം. അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്. ഈ തടാകത്തിൽ നിന്ന് മത്സ്യബന്ധനം നടത്തി ഈ തടാകത്തിന്റെ തീരത്ത് കൃഷിയും മറ്റുമൊക്കെ ചെയ്ത് 2 ലക്ഷത്തോളം ആൾക്കാർ ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഒക്കെ ഈ തടാകത്തെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട്. അത്രമാത്രം ഇമ്പോർട്ടന്റ് ആയ ലേക്കാണ് ചിൽക്ക ലേക്ക്. പഠിച്ചു കഴിഞ്ഞു.